What's up guys, this is Milan here and welcome back to my channel. In this video, we will see the Apple Watch SE special edition full on review. Now, this version Apple Apple Watch introduced. Apple two models introduced. One Apple Watch Series 6 and another Apple Watch SE. This video is a segment. Now, this point is Apple Watch. Watch Series 6 and 4 and 5 compare Apple Watch SE why Apple Watch SE and for who. Now, this is the video. Now, Apple Watch is two categories. One category is fitness freak. Because Apple Watch is almost every single fitness app available. That's the best fitness track. Then the category is Apple ecosystem. That's the full purnadayil. That's completion this watch is fitness in the Apple Watch, iPhone health app. Almost every single best apps available. But there is a twist. All fitness freaks Apple Watch use because iPhone use. But you know, market smartwatch or fitness band available. That's why all iPhone users smartwatches ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ആപ്പിൾ ഇത്തവണ ഫാമിലി സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നീട് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി ആപ്പിളിൻ്റെ ആ ഒരു ഈക്കോസിസ്റ്റം ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ആപ്പിൾ വാച്ചിനെ അപ്രോച്ച് ചെയ്യുന്നവർ അല്ലെങ്കിൽ വാങ്ങുന്നവരുണ്ട്. അപ്പം ഈ ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ലോവറിൻ്റെ മാച്ചിൽ നിന്ന് തുടങ്ങണം. മറ്റൊന്നുമില്ല, ആപ്പിൾ ഈ പ്രാവശ്യം കീപ്പ് ചെയ്ത നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് 3. എനിക്കറിയാം ആ ഒരു അനൗൺസ്മെൻറ്റിന് ശേഷം ധാരാളം എൻക്വയറീസ് വന്നിട്ടുണ്ട് സീരീസ് 3 എടുക്കണോ എന്നുള്ള ചോദ്യത്തിന്. അപ്പം അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ, ആരും സീരീസ് 3 വാച്ച് വാങ്ങരുത്. അപ്പം വാച്ച് സീരീസ് 3 ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ലൈനപ്പിലുള്ള രണ്ട് currently available watches ആണ്. ഒന്ന് നമ്മുടെ SEയും അതോടൊപ്പം തന്നെ നമ്മുടെ 6ഉം. അപ്പം ഈ ഒരു 6നെയും SEനെ പറ്റി പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇതിനിടയ്ക്ക് നിങ്ങൾക്കറിയാം വാച്ച് സീരീസ് 5ഉം 4ഉം ഉണ്ട്. പക്ഷേ ടെക്നിക്കലി ഈ രണ്ട് ഡിവൈസുകളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. പക്ഷേ നമുക്ക് പ്രീവിയസ് ജനറേഷൻ വാച്ച് സീരീസ് 5 ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല നമ്മുടെ ഇമാജിൻ സ്റ്റോർ അങ്ങനെയുള്ള തേർഡ് പാർട്ടി സ്റ്റോറുകളിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് വാച്ച് സീരീസ് 5 അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാര്യത്തിലേക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ രണ്ട് കാറ്റഗറി ആയിട്ട് യൂസേഴ്സിനെ തിരിക്കണം. അത് വേറെ ഒന്നും കൊണ്ടല്ല, 3 ഫീച്ചേഴ്സ്. ഒന്ന് നിങ്ങൾക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, 2 നിങ്ങൾക്ക് ECG, 3 നമുക്ക് ബ്ലഡ് ഓക്സിജൻ മോണിറ്ററിംഗ്. ഈ 3 ഫീച്ചേഴ്സും വേണ്ടതുമായിട്ടുള്ള രണ്ട് എൻറ്റയർ ഡിഫറെൻറ്റ് കാറ്റഗറി. അപ്പം ഈ രണ്ട് കാറ്റഗറീസിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ചെറിയൊരു ബയോളജി ക്ലാസ് എടുക്കാനുണ്ട്. മറ്റൊന്നുമല്ല, എന്താണ് ECG, എന്താണ് ബ്ലഡ് ഓക്സിജൻ മോണിറ്ററിംഗ്. ECG എന്ന് പറയുന്നത് നമ്മളുടെ ഹാർട്ടിൻ്റെ റിതവും അതേപോലെ തന്നെ ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസിനെ മോണിറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫീച്ചറാണ് അല്ലെങ്കിൽ പ്രോസസ്സാണ് ഈ ഒരു ECG എന്ന് പറയുന്നത്. രണ്ടാമത്തത് നമ്മുടെ ബ്ലഡ് ഓക്സിജൻ മോണിറ്ററിംഗ് ആണ്. അപ്പം ഇതിനെപ്പറ്റി എന്നെക്കാളും ബെറ്ററായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്ന ഒരാളുണ്ട്, എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഡോക്ടർ ദീപക് റോയ്. അപ്പം അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി പറയാനുള്ള എന്താണെന്ന് നമുക്ക് കേൾക്കാം. പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് നമ്മുടെ ബ്ലഡിൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണല്ലോ എല്ലായിടത്തും ഓക്സിജൻ എത്തിക്കുന്നത്. അപ്പം ഈ ടോട്ടൽ ഹീമോഗ്ലോബിൻ, നമ്മുടെ ബോഡിയിലെ ടോട്ടൽ ഹീമോഗ്ലോബിൻ്റെ എത്ര ശതമാനമാണ് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഈ പൾസ് ഓക്സിമീറ്റർ എന്ന ഡിവൈസ് ചെയ്യുന്നത്. ഇതിനത് സ്പെക്ട്രോഫോട്ടോമെട്രി എന്ന് പറയുന്നൊരു പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലൂടെ ഇൻഫ്രാറെഡ് റേസും റെഡ് ലൈറ്റും കടത്തി വിട്ടിട്ട് അതിൻ്റെ എത്ര ശതമാനം അബ്സോർബായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യൂസ് ചെയ്യുന്നൊരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇതിൽ ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറയുന്ന ആ വാല്യൂ നമുക്ക് കിട്ടുന്നത്, അത് ഡിവൈസ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഫിറ്റ്നസ് വാച്ചുകൾ ആപ്പിൾ വാച്ചസിലൊക്കെ ഈ പൾസ് ഓക്സിമീറ്റർ അവർ അതിൻ്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്താണ് ബ്ലഡ് ഓക്സിജൻ അല്ലെങ്കിൽ SpO2 എന്നുള്ളത്. അപ്പം താങ്ക്സ് ടു മൈ ഫ്രണ്ട് ദീപക്. പിന്നീട് മൂന്നാമത്തെ കാര്യമാണ് നമ്മളുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. അപ്പം ഈ പറഞ്ഞ 3 ഫീച്ചേഴ്സും വേണം എന്നുള്ളവർക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ആപ്പിൾ വാച്ച് സീരീസ് 6 അല്ലെങ്കിൽ ആപ്പിൾ വാച്ച് സീരീസ് 5 ഈ രണ്ട് ഡിവൈസും നോക്കാം. അതിൽ സീരീസ് 5-നകത്ത് ബ്ലഡ് ഓക്സിജൻ മോണിറ്ററിംഗ് ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ ഈ പറഞ്ഞ ECGയും ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പം ഡിസ്കസ് ചെയ്ത ഈ 3 ഫീച്ചേഴ്സ് വേണം എന്നുള്ളവർക്ക് വിത്തൗട്ട് എനി ഡൗട്ട്സ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ വാച്ച് സീരീസ് 6 അല്ലെങ്കിൽ വാച്ച് സീരീസ് 5 നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ പറഞ്ഞ 3 ഫീച്ചേഴ്സ് വേണ്ടാന്നുള്ളവർക്കാണെങ്കിൽ വാച്ച് സീരീസ് ലൈനപ്പിലെ ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് വാച്ചാണ് ഈ പറഞ്ഞ
സ്പെഷ്യൽ എഡിഷൻ അല്ലെങ്കിൽ ആപ്പിൾ വാച്ച് SE എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ പോയിൻ്റാണ് നമ്മളുടെ ഏറ്റവും അവസാനത്തെ സെഗ്മെൻറ്റിലേക്ക് എത്തിക്കുന്നത്. എന്താണ് ആപ്പിൾ വാച്ച് SE എന്നുള്ളത്? ആപ്പിൾ വാച്ച് SE എന്ന് പറയുന്നത് 36 ഗ്രാം വരുന്ന 44x38 ഡിമെൻഷനുള്ള ഒരു ചെറിയ ക്യൂബിക്കൽ ഡിവൈസ്. അതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ഫിനിഷാണ്. അതിൻ്റെ ബാക്കിൽ സെറാമിക് സഫയർ ക്രിസ്റ്റൽ വരുന്ന ഒരു അലുമിനിയം ഫ്രെയിമോട് കൂടി വരുന്ന ഏതൊരു മനുഷ്യൻ്റെയും കൈവെള്ളയിൽ ഒതുക്കാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യൂബിക്കൽ ഡിവൈസ്. ആദ്യം തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറഞ്ഞു നോക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു 1000 nits ബ്രൈറ്റ്നസ് പ്രൊവൈഡ് ചെയ്യുന്ന റെറ്റിന LTPO OLED പാനലാണ് SEക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് 1.78 ഇഞ്ചസ് ആണ്. പിന്നീട് എൻ്റെ ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 448x368 പിക്സൽസ് ആണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 326 ppi ആണ്. ഇത് 3D ടച്ച് എനേബിൾഡ് ആയിട്ടുള്ള IONX സ്ട്രെങ്തൻഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ചിപ്സെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വരുന്നത്. അതായത് ഇത് നിലവിലുള്ള വാച്ച് സീരീസ് 4ലും 5ലും ഉപയോഗിക്കുന്ന സെയിം S5 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ആപ്പിൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ റാം എന്ന് പറയുന്നത് 1GB ഇതിൻ്റെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് പവർ VR ആണ്. പിന്നീട് നമ്മൾ പറയേണ്ടത് ഇതിൻ്റെ സെൻസേഴ്സിനെ പറ്റിയാണ്. വാച്ച് സീരീസ് 6ലും ആപ്പിൾ വാച്ച് SEയിലുമാണ് ആപ്പിൾ ഇത്തവണ ഓൾവേസ് ഓൺ അൾട്ടിമീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഇത്രയും ദിവസത്തെ എൻ്റെ ഉപയോഗത്തിന് ശേഷം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നമ്മുടെ ആപ്പിൾ വാച്ച് SEയുടെ പ്രോസ് ആൻഡ് കോൺസ്. അതിലാദ്യം തന്നെ പ്രോസിൽ നിന്ന് തുടങ്ങാം. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. പെർഫോമൻസ് സൂപ്പർ സ്പീഡിയാണ്, സൂപ്പർ ഫാസ്റ്റാണ്. കാരണം ഇതിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ S5 ചിപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. സൂപ്പർ ഫാസ്റ്റാണ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കൺസേൺ ആയിരുന്നു കയ്യിൽ ആപ്പിൾ വാച്ച് SE കിട്ടുന്ന സമയത്ത് ഹീറ്റിംഗ് പ്രോബ്ലം ഉണ്ടായി, നമ്മുടെ കൈ പൊള്ളുന്നു എന്നുള്ളൊരു ഇഷ്യൂസൊക്കെ പലയിടത്തൊക്കെ റെഡിറ്റിൽ ആണെങ്കിലും അല്ലെങ്കിൽ ട്വിറ്ററിലൊക്കെ ആണെങ്കിലും അതൊരു ന്യൂസായിട്ട് വന്നിരുന്നു. പക്ഷേ എനിക്കിതുവരെ ഈ ഉപയോഗിച്ചിട്ട് ഇന്ന ദിവസം വരെ എനിക്ക് യാതൊരു പ്രോബ്ലംസും ഇല്ല, യാതൊരു ഹീറ്റിംഗ് ഇഷ്യൂവോ കുഴപ്പങ്ങളോ ഒന്നും തന്നെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ടച്ച് ഇൻ്റർഫേസ് ആണ്. വളരെ സ്മൂത്തി ആയിട്ടുള്ള ടച്ച് ഇൻ്റർഫേസ് ആണ്. അതേപോലെ തന്നെ ഇതൊരു OLED പാനലാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ OLED പാനലിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഡീപ്പർ ബ്ലാക്സും ബ്രൈറ്റർ വൈറ്റ്സും ആണ് ഉള്ളത്. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ്. ഡിസ്പ്ലേ സൂപ്പർ ബ്രൈറ്റ് ആണ്. അതായത് ബ്രൈറ്റ് ഡേ സൺലൈറ്റിലാണെങ്കിലും നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ ഇത് കയ്യിൽ കെട്ടിയപ്പം 2-3 തവണ പലയിടത്തും ഇത് ഉരഞ്ഞു അല്ലെങ്കിൽ തട്ടുകയൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ കരുതിയത് ഇതിൽ പോറലുണ്ടാകുമെന്നാണ്. പക്ഷേ ഇതുവരെ യാതൊരു പോറലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ക്രാച്ച് റെസിസ്റ്റീവ് ആണിത്. പിന്നീട് പറയേണ്ടത് ഇതിൻ്റെ ബാറ്ററി ലൈഫിനെയാണ്. ബാറ്ററി ലൈഫ് എനിക്ക് ഏകദേശം ഓൾമോസ്റ്റ് 2 days ബാറ്ററി ലൈഫ് ഒരു സിംഗിൾ ചാർജിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സൂപ്പർ ഹാപ്റ്റിക് ഫീഡ്ബാക്സ് ആണ് ഇതിൽ കിട്ടുന്നത്. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ GPS ആൻഡ് സെല്ലുലാർ വേർഷൻ. അപ്പം GPS-ഉം സെല്ലുലാറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് സെല്ലുലാർ വേർഷനിൽ നമ്മളുടെ മെയിൻ ഫോണിലുള്ള വയ്ക്കുന്ന സിം അതിൻ്റെ സിം ആക്ടിവേറ്റ് ചെയ്ത് നമുക്ക് അതിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കിട്ടും. അതായത് ഇൻ കേസ് നമ്മളുടെ ഐഫോൺ മറന്നുപോയി അല്ലെങ്കിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കോൾസും മെസ്സേജസും ഒക്കെ തന്നെ നമ്മളുടെ ആപ്പിൾ വാച്ചിൽ നിന്ന് തന്നെ സെല്ലുലാർ കണക്ടിവിറ്റിയുള്ള ആപ്പിൾ വാച്ചിൽ നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ആപ്പിൾ വാച്ചിൽ നമുക്ക് മറ്റുള്ള വാച്ചിലുള്ള പോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ഫോൾ ഡിറ്റക്ഷൻ, നോയ്സ് മോണിറ്ററിംഗ്, അതേപോലെ തന്നെ കോർ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നമുക്ക് ഇതിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി ഉള്ള നല്ല ഡ്യുവൽ സ്പീക്കേഴ്സാണ്. സൂപ്പർ സ്പീക്കേഴ്സാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മൈക്രോഫോൺ സൂപ്പർ മൈക്രോഫോണാണ്. കാരണം പല സമയത്തും നമ്മളിപ്പം ബൈക്കിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ കോൾ വന്നാലും നമ്മൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമുക്ക് വളരെ ഉപകാരപ്പെടും. കാരണം നമുക്ക് നമ്മുടെ ആപ്പിൾ വാച്ചിൽ തന്നെ ക്വാളിറ്റി ഉള്ള മൈക്രോഫോൺ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ സാധിക്കും ഫോൺ എടുക്കാതെ തന്നെ. പിന്നീട് WatchOS 7 ഫീച്ചേഴ്സിനെ പറ്റി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നീട് എൻ്റെ കോൺസിനെ പറ്റി പറയുവാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഏറ്റവും എന്നെ വറി ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ആക്ടിവിറ്റീസ്. നിങ്ങൾക്കറിയാം 3 ആക്ടിവിറ്റീസ് ആണ് നമുക്കുള്ളത്. ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ കലോറിയാണ്. പച്ച കളറിലുള്ള. രണ്ടാമത്തേന്ന് പറയുന്നത് അത് നമ്മുടെ എക്സസൈസാണ്. മൂന്നാമത്തത് നമ്മളുടെ സ്റ്റാൻഡിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്. ഇതിൽ ഈ ആദ്യത്തെ 2 ആക്ടിവിറ്റീസും എനിക്ക് പെർഫെക്റ്റ് ആണ്, ഓക്കെ ആണ്, കുഴപ്പമില്ല, ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ ആണ് തരുന്നത്. പക്ഷേ ഈ സ്റ്റാൻഡിങ് ഡേറ്റ അതത്ര ആക്യുറേറ്റ് അല്ല. സ്റ്റാൻഡിങ് ഡേറ്റ മാത്രം. ബാക്കിയുള്ള എക്സസൈസും കലോറിയും നമുക്ക് ഓക്കെയാണ്. ഈ ഒരു സ്റ്റാൻഡിങ് ഡേറ്റ ആക്യുറേറ്റ് അല്ല ഇതിൽ. അത് ചിലപ്പം സോഫ്റ്റ്വെയറിൻ്റെ ബഗ്ഗായിരിക്കാം. മേ ബി അത് സോഫ്റ്റ്വെയറിൻ്റെ ബഗ്ഗാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ ആപ്പിൾ അത് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ഡെഡിക്കേറ്റഡ് പവർ അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ ഇല്ല. അതൊരു ഡൗൺ സൈഡായിട്ട് തോന്നാറുണ്ട്. കാരണം ഐഫോൺ ഉള്ള ഒരാൾ ആപ്പിൾ വാച്ചും കൂടെ വാങ്ങുമ്പോൾ സെപ്പറേറ്റ് ഒരു അഡാപ്റ്ററും കൂടെ മേടിക്കണം. അത് മാത്രമല്ല നമുക്ക് 12 watt അഡാപ്റ്റർ
അവിടെ വരെ പറ്റത്തുള്ളൂ. 18 വോട്ടോ അല്ലെങ്കിൽ 20 വോട്ട് അഡാപ്റ്ററോ പറ്റത്തില്ല. കാരണം നമ്മുടെ ആപ്പിൾ വാച്ചിനോടത്തി വരുന്ന ഒരു പ്രൊപ്രൈറ്ററി വയർലെസ് ചാർജിങ് ആണ്. അതിന് USB Type-C അല്ല എൻ്റെ, USB Type-A ആണ് എൻ്റെ ഉള്ളത്. അതുകൊണ്ട് തന്നെ 12 വോട്ടോ 5 വോട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ആപ്പിൾ വാച്ച് SE-നെ പറ്റിയുള്ള എൻ്റെ ഒരു കോൺസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ, ദിസ് ഇസ് മീ Milan. Catch you guys in the next video. Till then, peace.